മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചി നഗരസഭ വികസന ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് ജയം. വത്സലകുമാരിക്ക് ക്ഷേമകാര്യവും CA ഷക്കീറിന് വികസനവും. കൊച്ചി നഗരസഭ ക്ഷേമകാര്യ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. പൊറ്റക്കുഴി ഡിവിഷൻ കൗൺസിലറും CPI പ്രതിനിധിയുമായ CA ഷക്കീറാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 9 അംഗങ്ങളിൽ 5 പേർ CA ഷക്കീറിന് വോട്ട് ചെയ്തു. UDFിലെ ആന്റണി പൈനന്തറയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വെണ്ണല ഡിവിഷനിലെ കൗൺസിലറും CPIM പ്രതിനിധിയുമായ വത്സലകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടു. UDFിലെ ലൈലാദാസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. ആകെ 9 അംഗങ്ങളുള്ള കമ്മിറ്റിയിൽ 2 BJP പ്രതിനിധികൾ വിട്ടുനിന്നു. LDFിന്റെ 5 അംഗങ്ങളും വത്സലകുമാരിക്ക് വോട്ട് ചെയ്തതോടെ വത്സലകുമാരി വിജയിച്ചു. CPIMലെ PR രതീഷ് രാജിവെച്ച ഒഴിവിലേക്കാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി CA ഷക്കീർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനതാദളിലെ ഷീബാലാൽ രാജിവെച്ച ഒഴിവിലേക്കാണ് CPIMലെ വത്സലകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൂടി കൊച്ചി നഗരസഭയിൽ നടക്കാനുണ്ട്. നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന പ്രിയ പ്രശാന്തിനെ അവിശ്വാസത്തിലൂടെ UDF അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.